ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് RCCയുടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓൾറെഡി നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നോക്കിയിരുന്നു. ഓക്കെ, സോ കുറച്ചുകൂടെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാംസിന് യൂസ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് വിൽ ബി ദ മാക്സിമം ഡയമീറ്റർ ഓഫ് ദ ബാർ റിക്വയർഡ് ഫോർ ദ ഡിസൈൻ ഓഫ് 130 mm തിക് സ്ലാബ്? ഓക്കെ, സോ മാക്സിമം ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത് 130 mm തിക് സ്ലാബിൻ്റെ. ഓപ്ഷൻ 10 ആണോ, 12 ആണോ, 16 ആണോ, 20 ആണോ? സോ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോർമുലയാണ് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ നമ്മുടെ 1/8 ഇൻറ്റു തിക്നെസ് ഓഫ് ദ സ്ലാബ്. ഓക്കെ, സോ ഇതാണ് ജനറൽ ഫോർമുല. സോ 1/8 ഇൻറ്റു 130, അപ്പോൾ ഏകദേശം 16.25. ഓക്കെ, 16.25 ആണ്. ഓക്കെ, സോ 130 ഡിവൈഡ് ബൈ 8 എന്ന് പറയുമ്പോൾ 16.25. സോ അതിൻ്റെ ക്ലോസ് ആൻസർ എന്ന് പറയുമ്പോൾ സി ഓപ്ഷൻ. അപ്പോൾ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ബി ദ മിനിമം കവർ ആൻഡ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് റിക്വയർഡ് ഫോർ എക്സ്ട്രീം എക്സ്പോഷർ കണ്ടീഷൻ? സോ എക്സ്ട്രീം എക്സ്പോഷർ കണ്ടീഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മൈൽഡ് കേസ് ആണ്, പിന്നെ നമ്മുടെ കേസ് വരുന്നത് മോഡറേറ്റ് ആണ്, പിന്നെ സിവിയർ, വെരി സിവിയർ, പിന്നെയാണ് എക്സ്ട്രീം വരുന്നത്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേബിൾ. ഓക്കെ, ഇതിൻ്റെ നമ്മൾ ഗ്രേഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. 20, മൈൽഡിൻ്റെ 20, മോഡറേറ്റിൻ്റെ 25, സിവിയർ ആണെങ്കിൽ 30, വെരി സിവിയർ ആണെങ്കിൽ 35, അതേപോലെ എക്സ്ട്രീം ആണെങ്കിൽ 40. ഓക്കെ, പിന്നെ നമ്മുടെ എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? മിനിമം കവർ ആൻഡ് ഗ്രേഡ്. സോ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഗ്രേഡ്. ഓക്കെ, ഗ്രേഡ് നമുക്ക് ഓക്കെ ആണ്. അപ്പോൾ ഓക്കെ, ഗ്രേഡ് ഇതാണ്. നമുക്ക് മിനിമം കവർ ആണ് ചോദിച്ചിരിക്കുന്നത്. മിനിമം കവർ എത്രയാണ്? മിനിമം കവർ എന്ന് പറയുമ്പോൾ 20, 30, 45 സിവിയറിന്, വെരി സിവിയറിന് 50, എക്സ്ട്രീമിന് 75. ഓക്കെ, സോ ഫൗണ്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ഈ ഒരു പാരാമീറ്റർ ആണ്, എക്സ്ട്രീമിൻ്റെ 40 ആൻഡ് 75. സോ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഡി ഓപ്ഷനാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇതേപോലെ ഇതിൻ്റെ മാക്സിമം വാട്ടർ കണ്ടൻറ്റ് അങ്ങനെ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, മാക്സിമം സിമെൻറ്റ് എത്ര ആവശ്യമുണ്ട്, മിനിമം വാട്ടർ കണ്ടൻറ്റ് ചോദിക്കാറുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ് ആണ്. അൾട്രാസോണിക് പൾസ് വെലോസിറ്റി ടെസ്റ്റ്, അത് ഏതിൻ്റെ ഇക്വലൻ്റ് ആണ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, എല്ലാ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഏതിൻ്റെ ഇക്വലൻ്റ്? റിബോൺ ഹൈമർ ടെസ്റ്റ് ഉണ്ട്, സ്പ്ലിറ്റ് സിലിണ്ടർ ടെസ്റ്റ് ഉണ്ട്, VB ടെസ്റ്റ് ഉണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്? ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് നോക്കാം. അൾട്രാസോണിക് പൾസ് വെലോസിറ്റി ടെസ്റ്റ്, ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഡൈനാമിക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മുടെ അൾട്രാസോണിക് പൾസ് വെലോസിറ്റി ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റിബോൺ ഹാമർ ടെസ്റ്റ്. റിബോൺ ഹാമർ ടെസ്റ്റ് നമ്മൾ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ റിബോൺ ഹാമർ ടെസ്റ്റ് നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ സ്പ്ലിറ്റ് സിലിണ്ടർ ടെസ്റ്റ് നമ്മുടെ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. VB ടെസ്റ്റ് നമുക്കറിയാം ബേസിക് ആയിട്ട് നമ്മുടെ വർക്കബിലിറ്റി ആണ്. സോ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് നോക്കാം. P-ൻ്റെ 2 ആണ്, P2 ആൻഡ് Q4, R1, S3. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ഫോർ കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ? ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആസ് പെർ IS 456/2000, വളരെ ബേസിക് ആണ്. 1.51 ആണോ, 1.15 ആണോ, 1 ആണോ, 1.55 ആണോ? സോ സ്റ്റീലിൻ്റെയും കോൺക്രീറ്റിൻ്റെയും എന്ന് പറയുമ്പോൾ കോൺക്രീറ്റിൻ്റെ 1.5ഉം സ്റ്റീലിൻ്റെ 1.15 ആണ്. ഓക്കെ, സോ ഇത് വളരെ എക്സാംസിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാനുണ്ട്. വളരെ ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻ ആണിത്. സോ ഇത് നമ്മൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. കോൺക്രീറ്റിൻ്റെ 1.5ഉം സ്റ്റീലിൻ്റെ 1.15ഉം ആണ്. ഇങ്ങനെ ചോദിക്കത്തില്ല, നമ്മളിങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ സ്റ്റീലിൻ്റെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റീലിനെ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ അതിനെ പ്രിഫർ ചെയ്യുന്നത് ആസ് കമ്പയർഡ് ടു
കോൺക്രീറ്റ്, ബിക്കോസ് അതിൻ്റെ ഒരു ഹോമോജീനിയസ് ഒരു മാറ്ററാണ്. നമ്മുടെ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈറ്റിൽ ഉണ്ടാക്കുന്ന ഒരു ഹോമോജീനിയസ് ആണ്. സോ ഇതിൻ്റെ ഹോമോജീനിറ്റി ഇച്ചിരി കുറവായിരിക്കും ആസ് കമ്പയർ ടു സ്റ്റീൽ. ഓക്കെ, സോ ക്വാളിറ്റി കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റീലിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ 1.5 ആൻഡ് 1.15. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? വിഡ്ത്ത് ആൻഡ് ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് RCC ബീം. വിഡ്ത്തും എഫക്റ്റീവ് ഡെപ്ത് ഓഫ് RCC ബീം തന്നിട്ടുണ്ട്. ഓക്കെ, ബി ഡി രണ്ട് ഡയമെൻഷൻ തന്നിട്ടുണ്ട്. ബി 300, ഡി 500 respectively. Okay, then what will be the minimum and maximum area of reinforcement required for the section? Use M500 steel. So ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആണെന്ന് നോക്കേണ്ടത്. ഓക്കെ, സോ മിനിമം സ്റ്റീലിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോർമുലയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോർമുല. മിനിമം സ്റ്റീൽ കണ്ടുപിടിക്കാൻ AST by B into D ഈക്വൽ ടു 0.87/F5. ഓക്കെ, ഈ ഫോർമുല നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് എന്തൊക്കെ പാരാമീറ്റർ അറിയാം? നമുക്ക് മിനിമം റെയിൻഫോഴ്സ്മെൻ്റ് ആണ്, മിനിമം സ്റ്റീൽ റെയിൻഫോഴ്സ്മെൻ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ AST എന്ന് പറയുന്നത് എന്താണ്? AST എന്ന് പറയുന്നത് 0.85 ഇൻറ്റു B ഇൻറ്റു D. B ഇൻറ്റു D എന്ന് പറയുമ്പോൾ 300 ഇൻറ്റു 500. ഓക്കെ, 300 ഇൻറ്റു 500 ഡിവൈഡഡ് ബൈ F5. F5 എത്രയാണ് തന്നിട്ടുള്ളത്? 500 ആണ്. ഓക്കെ, സോ F5 എത്രയാണ്? ഇതാണ് F5. F5 500 ആണ്. ഓക്കെ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് കിട്ടും. എത്രയാണ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ്? 0.85 ഇൻറ്റു 300 ഇൻറ്റു 500 ഡിവൈഡഡ് ബൈ 500. ഓക്കെ, എന്തോ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്. 300 ഇൻറ്റു 500 ഡിവൈഡഡ് ബൈ 500, 225. ഓക്കെ, ഓക്കെ, T25 തന്നെയാണ്. ഫസ്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 225 ആണ്. സെക്കൻഡ് ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം ഏരിയ ചോദിച്ചിട്ടുണ്ട് ആൻഡ് മാക്സിമം ഏരിയ ചോദിച്ചിട്ടുണ്ട്. മാക്സിമം ഏരിയ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? മാക്സിമം ഏരിയ AST എന്ന് പറയുമ്പോൾ 4% ഓഫ് BD ആണ്. 4% ഓഫ് BD. ഓക്കെ, 4% ഓഫ് B ഇൻറ്റു D. അപ്പോൾ B എന്ന് നമുക്കറിയാം, D എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡെപ്ത് ആണ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും അറിയാം ഇത് ഇഫക്റ്റീവ് ഡെപ്തും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാരാമീറ്റർ ആണ് ക്യാപിറ്റൽ D. അപ്പോൾ എന്തായാലും നമുക്കറിയാം 500-നെക്കാട്ടിലും കൂടുതലായിരിക്കും. ഓക്കെ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 400 ഇൻറ്റു B എത്രയാണ്? 300. ഓക്കെ, നമ്മൾ ബീവിൻ്റെ കേസ് എടുക്കും 525 എടുക്കാം. 25 കവറായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ നമ്മുടെ ഓപ്ഷൻ ഒന്നും തന്നിട്ടില്ല, സോ നമുക്ക് 500 തന്നെ എടുക്കാം. ഓക്കെ, സോ ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 4 ഇൻറ്റു 15 ആണ്. ഓക്കെ, 4 ഇൻറ്റു 15 ചെയ്യുമ്പോൾ നമുക്ക് 16 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 6000 കിട്ടും. ഓക്കെ, അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? A ആണ് കറക്റ്റ് ഓപ്ഷൻ. 225 ആൻഡ് 6000. ഓക്കെ, വളരെ ബേസിക് ആണ്. ഈ രണ്ട് ഫോർമുലയാണ് നമുക്കിപ്പോൾ. ഇത് മിനിമം റെയിൻഫോഴ്സ്മെൻറ്റിന്, ഇത് മാക്സിമം റെയിൻഫോഴ്സ്മെൻറ്റ്, അതായത് 40% ഓഫ് B ഇൻറ്റു D. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? സിംപ്ലി സപ്പോർട്ടഡ് RCC സ്ലാബ് ഈസ് റെസ്റ്റിംഗ് ഓൺ 250 mm തിക്ക് വാൾ. ഓക്കെ, 250 mm തിക്ക് വാൾ ഉണ്ട്. 250 mm തിക്ക് വാളിലാണ് ഒരു RCC സ്ലാബ് റെസ്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 250 mm തിക്ക് വാളിൽ RCC സ്ലാബ് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊരു ടിപ്പിക്കൽ ഡയഗ്രാം ആയിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ദ ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് ദ സ്പാൻ ഈസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 100 mm. അപ്പോൾ ഈ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് 100 ആയിരിക്കും അല്ലേ? ഈ ഒരു ഡെപ്ത് എന്ന് പറഞ്ഞാൽ 100 mm ആയിരിക്കും. 100 mm ആയിരിക്കും. ദ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വാൾ ഈസ് 3.5. സോ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 3.5 ആയിരിക്കും. ഓക്കെ, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 3.5 മീറ്റർ ആയിരിക്കും. What will be the effective span of slab as per IS 456/2000? സോ ഇഫക്റ്റീവ് സ്പാൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ L ഇഫക്റ്റീവ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ക്ലിയർ കവർ ആദ്യം കണ്ടുപിടിക്കണം. ക്ലിയർ സ്പാൻ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്?
അതായത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മൈനസ് വിഡ്ത്ത് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 250 ആണ് അല്ലേ? ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 250 mm ആണ്. ഓക്കെ, സോ 250 അതിൽ mm-ലാണ് എടുക്കുന്നത്. 2.25/2 × 2 രണ്ടെണ്ണമായിട്ട് നമ്മൾ ഡിവൈഡ് ബൈ 2. അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിന് വേണ്ടിയാണ് ഡിവൈഡ് ബൈ 2 ആൻഡ് ഇൻറ്റു 2 എന്തിനാണെന്ന് വെച്ചാൽ രണ്ടെണ്ണം അതേപോലെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഡിവൈഡ് ബൈ 2. അപ്പോൾ നമുക്ക് സിംപ്ലി 3.5 മൈനസ് 2.5 0.25. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 3.25. ഓക്കെ, ഇത് നമ്മുടെ എന്ത് കിട്ടി? നമുക്ക് ക്ലിയർ സ്പാൻ കിട്ടി. ഓക്കെ, ക്ലിയർ സ്പാൻ കിട്ടി. നമുക്ക് ഇനി എൽ എഫക്റ്റീവ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? എൽ എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ മിനിമം ഓഫ് ക്ലിയർ സ്പാൻ അല്ലെങ്കിൽ എൽ ക്ലിയർ പ്ലസ് ഡെപ്ത്. ഓക്കെ, ഇത് നമുക്ക് ഇതിൻ്റെ ആൻസർ എത്രയാണ്? 3.25. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ക്ലിയർ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് പറയുമ്പോൾ 3.5 മീറ്റർ ആണ്. അതേപോലെ ക്ലിയറിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ 3.25 അല്ലേ? 3.25 പ്ലസ് ഡെപ്ത് എന്ന് പറയുന്നത് 100 ആണ്. സോ 0.1. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? മിനിമം ഓഫ് വാല്യൂ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ 3.35 കിട്ടും. ഓക്കെ, സോ ഇതിൻ്റെ 3.35 ആണോ ചെറുത് അതോ 3.5 ആണോ ചെറുത്? സോ മിനിമം വാല്യൂ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 3.35 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഇതാണ്, ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള ഫോർമുലയാണ് അഡോപ്റ്റ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ ബി ദ ഫ്ലക്ചറൽ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് M20 ഗ്രേഡ് കോൺക്രീറ്റ്? സോ ഫ്ലക്ചറൽ ടെൻസൈൽ സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫ്ലക്ചറൽ ടെൻസൈൽ സ്ട്രെങ്ത്തിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ 0.7 √FCK. ഓക്കെ, നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ബൈ ഹാർട്ടായിട്ട് പഠിക്കണം ഈ വാല്യൂ. ഇതിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3.13 കിട്ടും അല്ലേ? 200 mm². ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഫ്ലക്ചറൽ ടെൻസൈൽ സ്ട്രെങ്ത്തിൻ്റെ ഫോർമുലയാണ് ഇത്. ഈ ഫോർമുല നമ്മൾ ഓർത്ത് വയ്ക്കണം. സോ ജനറലി F25-ൻ്റെയും ചോദിക്കാറുണ്ട്. ഓക്കെ, F25 ആയിരുന്നെങ്കിൽ 0.7 √FCK, അതായത് 25, അതായത് 5 × 0.7, അതായത് 3.5 mm². ഓക്കെ, സോ 25 ആയിരുന്നെങ്കിൽ നമ്മൾ ഇതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആൻസർ എന്ന് പറയുമ്പോൾ 3.13 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? മോഡുലസ് ഓഫ് what is the modulus of elasticity of M25 grade of concrete in Newton per mm² as per IS 456 2000. ഓക്കെ, സോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഫോർമുല എന്താണ്? EC = 5000 √FCK. FCK എന്ന് പറയുമ്പോൾ എത്രയാണ്? 25. അപ്പം ഇതിന് √, ചെയ്യുമ്പോൾ 5 കിട്ടും. അപ്പോൾ 5 × 5000 എന്ന് പറയുമ്പോൾ 25,000. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ സെക്ഷൻ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് വളരെ ചെറിയതായിട്ടുള്ള സെക്ഷനായിരുന്നു. ഓക്കെ, വേറെ വീഡിയോസായിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അതുവരെയ്ക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.